നോക്കൂ, പാർട്ടി സെക്രട്ടറി തന്നെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷന് മുന്നിൽ പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന നിലവിൽ ഇഡി പരിശോധന നടക്കുന്ന വീടിന് മുൻപിൽ വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ വിജയന്റെ മാത്രം പ്രശ്നമല്ല ഇത്, പിണറായി വിജയന്റെ പ്രശ്നമല്ല ഇത്, പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കം എന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. അങ്ങനെ ഈ വിഷയത്തെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു, പിണറായിക്ക് ഒരു സംരക്ഷണം കിട്ടുന്നു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ്. അപ്പോഴും ഓർക്കേണ്ടതുണ്ട്, കേസിലെ പ്രതി വീണയാണ്, തേക്കണ്ടിയിൽ വീണയാണ്, അത് പിണറായി വിജയനല്ല. അപ്പോഴാണ് ഇങ്ങനൊരു സംരക്ഷണം ഒരുക്കി പാർട്ടി രംഗത്ത് എത്തുന്നത് എന്നുള്ളതാണ്. അതായത് വലിയ രീതിയിൽ രാഷ്ട്രീയമായി വിഷയം ഏറ്റെടുക്കുന്നു, പ്രതിരോധം തീർക്കാൻ CPM മുന്നിട്ടിറങ്ങുകയും ചെയ്യും. നരേന്ദ്ര മോദി പറയൂ, വിടി സതീശ എന്ന പാർട്ടി മുദ്രാവാക്യം മുഴക്കുമ്പോൾ ഇതെന്ത് ഗതികേടാണ് CPM-ന് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. പിണറായി വിജയന്റെ മകൾ ബന്ധപ്പെട്ട അവർ പ്രതിയാകുന്ന ഒരു കേസിൽ നേരത്തെ വിശദീകരണം നൽകിയിട്ടുള്ളത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അവരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം മാത്രമാണ് ഈ വിഷയത്തിലുണ്ടായത്. ഇതിലൊരു വ്യക്തത വരുത്താനോ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ ഒന്നും തന്നെ വീണയോ പിണറായി വിജയനോ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ റെയ്ഡ് നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ പാർട്ടി അവിടെ സംരക്ഷണം ഒരുക്കി എത്തുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, പാർട്ടിയിലെ മറ്റു നേതാക്കൾക്കോ മറ്റാർക്കോ കിട്ടാത്ത ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു അനുകൂല പിന്തുണയാണ് ഇപ്പോൾ പിണറായി വിജയന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ഇതെന്തു നീതി എന്ന് അല്ലെങ്കിൽ ഇതെന്തു ന്യായം എന്നൊരു പക്ഷേ ചോദിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാതിരുന്ന എന്താണ് പിണറായി വിജയന് ഉണ്ടാകുന്നത്? അനന്തൻ, കേൾക്കാമോ? അക്ഷയ, CPM-നെ സംബന്ധിച്ച് വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അവരുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, അങ്ങനെ ഒരു രാജ്യത്ത് തന്നെ CPM-ന്റെ ഏറ്റവും പ്രമുഖനായ നേതാവിൻ്റെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു റെയ്ഡ് നടക്കുന്നത്. അതും ഒരു സ്വകാര്യ കമ്പനിയുമായി, ആ പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ മകളുടെ കമ്പനി നടത്തിയ കോടിക്കണക്കിന്, അതായത് 1,70,00,000 രൂപയുടെ ഒരു അനധികൃത ട്രാൻസാക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു റെയ്ഡ് നടക്കുമ്പോൾ അതിനെ CPM രാഷ്ട്രീയമായി നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. പക്ഷേ നമ്മൾ പിണറായി വിജയന്റെ ഈ വീടിന് മുന്നിലുള്ള ഈ പ്രകടനം കാണുമ്പോൾ, ഈ ധർണ കാണുമ്പോൾ, ഈ കുത്തിയിരുന്നുള്ള സമരം കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇതിനെ ഒരു രാഷ്ട്രീയമായി എന്നതിനപ്പുറം രാഷ്ട്രീയ വൈകാരികമായി തന്നെ നേരിടാൻ CPM തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടി അടക്കം CPM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, മുൻ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ ഈ വാടക വീടിന് മുന്നിലുള്ള റോഡിൽ കുത്തിയിരുന്ന് ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അത് അതിവൈകാരികമായി CPM ഈ പ്രശ്നത്തെ ഏറ്റെടുത്തിരിക്കുന്നു. ആ രീതിയിൽ അണികളിലേക്ക് ആ വൈകാരിക ഉത്തേജനം നൽകി അവരെയും കൂടി
സമരത്തിന്റെ പാതയിലേക്ക് നയിക്കുക ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് CPM എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിന് CPM തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും CPM-നെ സംബന്ധിച്ച് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആദ്യം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ ആരോപണങ്ങളെ നേരിട്ടത് മകളുടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കമ്പനി അല്ലെങ്കിൽ 2 കമ്പനികൾ തമ്മിലുള്ള തർക്കം എന്ന നിലയ്ക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കമ്പനികൾ തമ്മിലുള്ള തർക്കം എന്നതിനപ്പുറം അതിന്റെ അന്വേഷണം മകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, പിണറായി വിജയനെ കൂടി ലക്ഷ്യമിടുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നതിന്റെ സൂചനയാണ് ഇന്ന് നടക്കുന്ന റെയ്ഡ്. കാരണം വീണ വിജയന്റെ കേന്ദ്രങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. അത് പ്രധാനമായും നമ്മൾ വായിച്ചെടുക്കുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ്.